ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഗെയിമി എന്ന് പറയുന്ന ഗെയിമിംഗ് ക്രിപ്റ്റോ കറൻസി നമ്മൾ ടെലഗ്രാം യൂസ് ചെയ്ത് ഗെയിം കളിച്ചുകൊണ്ട് മൈൻ ചെയ്യാണ്. ഇപ്പോൾ നടക്കുന്ന ടാപ്സ് ആപ്പ്, ഹംസർ കോമ്പാറ്റ് അതുപോലെ ബോറിംഗ് അല്ല, ജസ്റ്റ് ഡെയിലി കോംബോ അല്ലെങ്കിൽ ടാപ്പിംഗ് എന്ന് മാത്രമല്ല, ഗെയിംസ് കളിച്ചുകൊണ്ട് നമുക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും നല്ല രീതിക്കാണ്. എൻ്റെ പറയാനുള്ള കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവരെ ബാക്ക് ചെയ്യുന്നത് ചില്ലറ പാർട്ടികളല്ല, പോളിഗൺ, ബൈനാൻസ് ലാബ്, ദി സാൻഡ് ബോക്സ്, നാസ, അതുപോലെ തന്നെ അനിമോക്ക ബ്രാൻഡ്സ് എന്ന് പറയുന്നവരാണ് ഇവരുടെ ഡെവലപ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയ ഗെയിമോ അല്ലെങ്കിൽ ചെറിയ ടോക്കണോ അല്ല ഇത്. നിങ്ങൾക്ക് വിഡ്രോയിൽ കിട്ടിയാൽ നിങ്ങൾ അപ്പോൾ തന്നെ സെല്ല് ചെയ്യരുത്. കാരണം ഇവർക്ക് എത്രത്തോളം പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും സെല്ല് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം ഭാവിയിലേക്ക് ഹോൾഡ് ചെയ്യാൻ തോറും ഈ കോയിൻ്റെ പ്രൈസ് ആകാശത്തോട്ട് മൂണിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സംഭവം കിട്ടി അപ്പോൾ തന്നെ സെല്ല് ചെയ്ത് കളയാതിരിക്കുക. 15 ദിവസമായിട്ട് മൈൻ ചെയ്യാനുള്ളൂ. 15 ദിവസം നിങ്ങൾ മാക്സിമം മൈൻ ചെയ്ത് നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എന്താണ് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതൊരു ഗെയിമിംഗ് പ്രോജക്റ്റാണ്. ക്രിപ്റ്റോ കറൻസിയിൽ തന്നെ വരുന്ന നമ്മളുടെ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്ത് ഗെയിമിംഗ് നടത്തുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ടോക്കണാണ് എയർ ഡ്രോപ്പായിട്ട് വരാൻ പോകുന്ന 15 ദിവസം ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഇവരെ ബാക്ക് ചെയ്യുന്ന പറഞ്ഞ പോലെ തന്നെ പോളിഗൺ, ബൈനാൻസ് ലാബ്, ദി സാൻഡ് ബോക്സ്, അതുപോലെ തന്നെ നാസ, അത് നിങ്ങൾ അറിയുന്ന നാസ തന്നെ, റോക്കറ്റ് വിടുന്ന നാസ, അത് തന്നെ അനിമോക്ക ബ്രാൻഡ്സ് ആണ് ഇവരുടെ ഓണർ. ഓക്കെ, അപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും Web3 ഗെയിമിംഗ് ആണ് ഇവരുടെ പ്രോജക്റ്റ്. ഗെയിമിംഗ് ടോക്കൺ ആണ്. അതുപോലെ തന്നെ ടോണിലാണ് ലോഞ്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ടോൺ പ്ലാറ്റ്ഫോമിലാണ് നമ്മളുടെ ഈ ഒരു ടോക്കൺ ലോഞ്ച് ആകാൻ പോകുന്ന ഗെയിമിയുടെ. അതുപോലെ തന്നെ നമുക്ക് കുറേ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കോപ്പറേഷൻ വിത്ത് ഗ്ലോബൽ ബ്രാൻഡ്സ്. ഏതൊക്കെ ബ്രാൻഡ്സാണ് ഇവിടെ പാർട്ട്നേഴ്സ് നോക്കി കഴിഞ്ഞാൽ നാസ ഉണ്ട്, മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ട്, ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ കാര്യത്തിൽ ഇവർ ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റാരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു എസിൻ്റെ ഒരു സംഭവം, ഏതാണ് ബ്രാൻഡ് എന്ന് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ ബൈനാൻസ് ലാബ്സ് ആണ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ബൈനാൻസ് ലാബാണ് ഇവരെ ബാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നത് കാണാൻ പറ്റും Gate.io, അതുപോലെ തന്നെ കൂക്കോയിന്, യൂണിസാപ്പ്, ക്യുക്സാപ്പ്, അതുപോലെ തന്നെ കുറേയധികം പാർട്ട്നേഴ്സ്, കുറേയധികം ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. ഇപ്പോൾ തന്നെ 9.2 മില്യൺ ഗെയിം പ്ലേസ് ഇവർ കഴിഞ്ഞിട്ടുണ്ട്. 75 മില്യൺ യൂസേഴ്സിലും ഉണ്ട്. രജിസ്റ്റേർഡ് യൂസേഴ്സ് ആണ്, ഡെയിലി പ്ലേയേഴ്സ് അല്ല. ഓക്കെ, അപ്പോൾ കൺജസ്റ്റഡ് അല്ല, വളരെ കുറച്ച് യൂസേഴ്സ് ഉള്ളൂ. നിങ്ങളത് മനസ്സിലാക്കി കളിക്കാൻ ശ്രമിക്കുക. ഓക്കെ, 2.57 മില്യൺ വാലറ്റ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ റോഡ് മാപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. NFT എന്നാണ് അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. എല്ലാ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ, അതുപോലെ തന്നെ ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്ന ചാനൽ അപ്ഡേറ്റ്സ് ഇട്ടാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ടെലഗ്രാമിൽ അപ്ഡേറ്റ്സ് ഇട്ടാൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്ട്സ് നമ്മൾ ടെലഗ്രാമിലാണ് ആദ്യം ഷെയർ ചെയ്യുക. ഞാൻ 4 ദിവസം മുൻപ് തന്നെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ചാനലിൽ ഉള്ള മെമ്പേഴ്സ് എല്ലാവരും നല്ല രീതിക്ക് ഇപ്പോൾ തന്നെ മൈൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും ഈ ബോട്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോട്ടിലാണ് ഓപ്പൺ ആയി വരിക. ഈ ബോട്ടിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണാൻ പറ്റും: പിക്ക് എ ഗെയിം, മൈൻ, സ്പിൻ. ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഓപ്ഷൻസ് ആണ് പിക്ക് എ ഗെയിമും മൈനും. അപ്പോൾ അത് തന്നെ നമുക്ക് മൈനും തുടങ്ങാം. അങ്ങനെ ഒരു ഓർഡറിൽ പോകാം, എങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഡറിൽ പോകുക. കാണാൻ പറ്റും ഇവിടെ 2 ടോക്കൺസ് കാണാൻ പറ്റും. ഒരു 100G എന്ന് പറയുന്ന ഒരു ടിക്കറ്റും അതുപോലെ തന്നെ 00T എന്ന് പറഞ്ഞാൽ ടെതറാണ്. ടെതർ എന്ന് പറഞ്ഞാൽ $US ഒരു ക്രിപ്റ്റോ കറൻസിയാണ്, സ്റ്റേബിൾ ടോക്കൺ ആണ്. എന്താണെന്ന് അറിയത്തില്ല, അതിനെപ്പറ്റി ഓർ ചിന്തിക്കേണ്ട. സിമ്പിളായിട്ട് ഒരു ഡോളറാണെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും 70% ഓൾറെഡി മൈനിങ് കഴിഞ്ഞു. ഞാൻ ഓൾറെഡി വീഡിയോ ലേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം തന്നെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തത്. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് വെക്കുക, ഇങ്ങനത്തെ സാധനമൊക്കെ ഫസ്റ്റ് കിട്ടാൻ വേണ്ടി. ഓക്കെ, ഇനി നിങ്ങൾ ലേറ്റ് ആയിട്ടില്ല. ഇനി നിങ്ങൾക്ക് 15 ദിവസം കൂടെ ബാക്കിയുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഏർലി സ്റ്റേജ് തന്നെയാണ്. അപ്പോൾ മൈനിങ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 15 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ടിക്കറ്റ് കൂട്ടാം, എങ്ങനെ മൈൻ ചെയ്യാമെന്നൊക്കെ നോക്കാം. അത് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് മൈനിങ് എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മൈനിങ് കൂടെ സ്റ്റാർട്ടായി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റും 2.5 WP എന്ന് പറയുന്ന ഒരു കോയിനാണ് നമ്മളോട് മൈൻ ചെയ്യുന്നത്. ഓക്കെ, 2.5 WP ആണ് നമുക്ക് ഒരു മണിക്കൂറിൽ നമുക്ക് കിട്ടുക ഈ ഒരു മൈനിങ്. നമ്മളുടെ മൈനിങ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ 5 ആണ്. 5 എന്ന് പറഞ്ഞാൽ ഇവിടെ 5 WP സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 2.5 ആണ് ഒരു മണിക്കൂറിൽ കിട്ടുക. അപ്പോൾ 2 മണിക്കൂറാകുമ്പോൾ 5 ആവുമല്ലോ. അപ്പോൾ 5 ആയിക്കഴിഞ്ഞാൽ അത് ഫുള്ളാവും. ഫുള്ളായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഈ ഒരു ബോട്ട് തുറക്കണം. എന്നിട്ട് റീസ്റ്റാർട്ട് മൈനിങ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് സൈഡിൽ കാണാൻ, ഞാൻ വേറെ അക്കൗണ്ടിൽ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഈ 5 കളക്റ്റായി ഈ ബാലൻസിലേക്ക് വരും. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ഇവിടെ മൈനിങ് സ്റ്റാർട്ടാവും. അപ്പോൾ ഈ 2.5 എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. 2.5 WP നമുക്ക് ഒരു മണിക്കൂറിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ കൂട്ടാമെന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫോൾട്ട് റേറ്റ് 2.5 WP ആണ്. അതുപോലെ തന്നെ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്താൽ 10 WP പെർ അവർ സ്പീഡ് നമുക്ക് കൂടും. ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം 20 ഫ്രണ്ട്സിനെയാണ് ഒരു ടൈമിൽ ആക്റ്റീവായത് യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ 20 ഫ്രണ്ട്സും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് നിങ്ങളുടെ ലിങ്കിലൂടെ വന്ന് ഈ ഒരു ആപ്പിൽ മൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 202 WP പെർ ഹവറാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഹവറിൽ 202 WP കിട്ടും. അപ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ, നമുക്കിവിടെ 5 സ്റ്റോർ ചെയ്യാൻ പറ്റൂ. നമുക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ 200 കിട്ടും ചെയ്യും. അപ്പോൾ എന്താവും, 5 തന്നെ വരുള്ളൂ. നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, 5 സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 5 ഫുള്ളാകുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യണം. അങ്ങനെ ഓരോ 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ കയറി കളക്ട് ചെയ്തുകൊണ്ടേ നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇരിക്കലും ഭയങ്കര ടഫാണെന്ന് തോന്നുന്നില്ലേ? എന്നാൽ അത് അങ്ങനെയല്ല, അതിനെക്കാട്ടി ഈസി ആയിട്ടുള്ളൊരു പരിപാടി ഉണ്ട്.
അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് താഴേക്ക് വന്ന് അപ്ഗ്രേഡ് മൈനിങ് ക്യാപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്ഗ്രേഡ് മൈനിങ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് ടു 10 WP എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഈ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം 10 WP ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 10 ആവാൻ കുറച്ച് സമയം കൂടി എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് 10 ആകുമ്പോൾ കളക്ട് ചെയ്താൽ മതി. അതിനെന്താ 250 ടിക്കറ്റ് കൊടുക്കണം. നിങ്ങൾക്ക് 100 ടിക്കറ്റ് കയറുമ്പോൾ കിട്ടും. അപ്പോൾ ടിക്കറ്റ് എങ്ങനെ കിട്ടാൻ നോക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഓപ്ഷൻസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് അതിൽ കയറി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നോക്കാം. ഞാൻ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നീഡ് മോർ ടിക്കറ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ടാസ്കുകൾ കാണാം. ഇവരുടെ ട്വിറ്റർ ഫോളോ ചെയ്യാൻ, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ എല്ലാ ഓപ്ഷൻസ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് മാത്രം കാണിച്ചു തരാം. ഫോളോ ചാനൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവരുടെ ചാനൽ വരും. ജസ്റ്റ് ജോയിൻ ചെയ്തു, ബാക്ക് അടിച്ചു, ചെക്ക് കൊടുത്തു. ഓക്കെ, ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് ആവുന്നുണ്ട്. ചെക്കായി കഴിഞ്ഞാൽ നമുക്ക് 1250 ടിക്കറ്റ് അവിടെ അപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ക്ലെയിം അടിക്കുക. ക്ലെയിം അടിച്ച് കഴിഞ്ഞാൽ മേലെ ടിക്കറ്റ് ആഡ് ആവുന്നത് കാണാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കുറേ ടാസ്കുകളുണ്ട്, ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പ്ലേ 20 ഗെയിം പ്ലേസ് എന്ന് പറയുന്നൊരു ടാസ്ക് ഉണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ സ്പെഷ്യലായി പറഞ്ഞുതരാം. ബാക്കി എല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വാലറ്റ് കണക്ട് ചെയ്യാൻ ഏതെങ്കിലും ഒരു ടോൺ വാലറ്റ്, ടെലഗ്രാം വാലറ്റോ ടോൺ കീപ്പറോ കണക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് 500 അവിടെ കിട്ടും. ഓരോ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് 1000 ടിക്കറ്റ് വെച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 1000 ടിക്കറ്റ് വെച്ച് ഓരോ ഫ്രണ്ടിനും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും മൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ 250 ആയിട്ടുണ്ട്. 250 ക്ലിക്ക് ചെയ്തു, അപ്ഗ്രേഡ് കൊടുത്തു. അപ്ഗ്രേഡ് കൊടുക്കുമ്പോൾ നെറ്റ്വർക്ക് റിക്വസ്റ്റ് ഫെയിൽഡ് വരും. കുറേ ആൾക്കാർ കളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റിഫ്രഷ് ചെയ്യുക. ഓക്കെ, അതന്നെ ചെയ്യാനുള്ളൂ. റിഫ്രഷ് ചെയ്യുക, ട്രൈ അഗൈൻ. അങ്ങനെ തന്നെ എല്ലാ ബോർഡിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ 250 കൊടുത്ത് ഒന്ന് ട്രൈ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 10 WP ആയി. അപ്പോൾ എനിക്കിനി കുറച്ചുകൂടി ടൈം കഴിഞ്ഞിട്ട് ഈ ആപ്പിലേക്ക് വീണ്ടും കയറിയാൽ മതി. കാരണം 10 എണ്ണം സ്റ്റോർ ആവാൻ എനിക്ക് ടൈം എടുക്കും. 2.5 എനിക്കൊരു അവറിൽ കിട്ടുള്ളൂ. 4 മണിക്കൂർ കഴിയുമ്പോൾ അപ്പോൾ എനിക്ക് കയറിയാൽ മതി. 10 ആണ് എൻ്റെ ഇതെങ്കിൽ. നിങ്ങൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്പീഡ് കൂടും. അപ്പോൾ ഇവിടെ കളക്ട് ചെയ്യേണ്ട ടൈമും മാറട്ടെ. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എത്ര ടൈമിലാണ് നിങ്ങൾക്ക് കളക്ട് ചെയ്യേണ്ടി വരുന്നത് എന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് അപ്ഗ്രേഡ് മൈനിങ് ക്യാപ്പ് മാക്സിമം ടിക്കറ്റ് ഉണ്ടാക്കുക, മാക്സിമം അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ ഈ ടാസ്കുകളെല്ലാം ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിക്കുക. ടാസ്കുകളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും? അതൊരു കാര്യമാണല്ലോ. നിങ്ങളിവിടെ ജസ്റ്റ് ഫോളോ ചെയ്തു, അങ്ങനെ ഒരു 10-20,000 കോയിൻ നിങ്ങൾക്ക് കിട്ടും, ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് വെച്ച് നിങ്ങൾ മാക്സിമം മൈനിങ് ക്യാപ്പ് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ മൈനിങ് ക്യാപ്പ് മാക്സിമം നിങ്ങൾ ഇൻക്രീസ് ആക്കി ഒരു 70-80 ആക്കി 15 എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കുറേ ടൈം കഴിയുമ്പോൾ കയറിയാൽ മതി. ദിവസത്തിൽ 2 പ്രാവശ്യമൊക്കെ കയറിയാൽ മതിയാവും. പക്ഷേ ഇപ്പോൾ 15 എന്നുള്ള നിലയ്ക്കാണെങ്കിൽ കുറേ പ്രാവശ്യം കയറി കളക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിന് മുമ്പ് തന്നെ ഈ ആപ്പിലുള്ള ബാക്കി സെക്ഷൻസ് പറഞ്ഞിട്ട് പോകും. അതിനുള്ള ഒരു സെക്ഷനാണ് സ്പിന്ന്. സ്പിന്നിൽ നിങ്ങൾ ഫസ്റ്റ് സ്പിന്നിൽ നിങ്ങൾക്ക് $1 കിട്ടും. ഓക്കെ, $1 എന്ന് പറഞ്ഞാൽ 80 രൂപ. നിങ്ങൾക്ക് വിഡ്രോ അടിക്കുകയാണെങ്കിൽ $10 അഥവാ 800 രൂപ ആയാലേ വിഡ്രോയിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്പിന്നിൽ ഓവർ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. കാരണം ഇത് നിങ്ങളുടെ ടിക്കറ്റ്സ് മാക്സിമം കുറയ്ക്കാനുള്ള ഒരു ഐഡിയയാണ് ഇവരുടേത്. ഓക്കെ, അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് 2 മണിക്കൂർ കൂടുമ്പോൾ 2 സ്പിന്ന് വെച്ച് ഈ ആപ്പിൽ കയറി ഈ ഒരു ബോട്ടിൽ കയറി കിട്ടും. ആ ഒരു സ്പിന്നുകൾ മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, എനിക്ക് കാണാൻ അവിടെ $1 കിട്ടിയിട്ടുണ്ട്. ആര് കയറിയാലും ഫസ്റ്റ് കയറുമ്പോൾ നിങ്ങൾക്ക് $1 ഒരു സ്പിന്നിൽ കിട്ടും. ഇനി കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ 3ാമത്തെ സ്പിന്നിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് സ്പിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇത് നിങ്ങളുടെ കൺട്രിയിൽ അവൈലബിൾ അല്ല എന്നെന്തെങ്കിലും പറയുന്നൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി ഇറങ്ങി കയറിയാൽ മതി. സെറ്റാവും. ഓക്കെ, കുറേ ആൾക്കാർക്ക് അങ്ങനത്തെ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്പിന്നിന് 50 ടിക്കറ്റ് കൊടുക്കാൻ പറയുന്നുണ്ട്. അത് ഒരിക്കലും കൊടുക്കരുത്. ഫ്രീ സ്പിന്നുകൾ മാത്രം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ടെതറിൻ്റെ ടോക്കൺ കിട്ടും. അതുപോലെ തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടും. ഈ ടെതറിൻ്റെ ടോക്കൺ $10 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ, അതിൻ്റെ ബാലൻസ് $1 കൂടെ കാണാൻ പറ്റും. $10 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. അതിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണിച്ചു തരാം. അതിന് മുമ്പ് തന്നെ വാഡ്രോപ്പ് എന്ന് പറയുന്ന അടുത്ത ഓപ്ഷൻ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ റോഡ് മാപ്പാണ്. ഇവരുടെ മൈനിങ് സ്റ്റേജ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പാർട്ട്നേഴ്സ് ഇപ്പോൾ ഓൺ ബോർഡ് ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റി, അതുപോലെ തന്നെ നാസയൊക്കെ ഇവരുടെ പാർട്ട്നേഴ്സാണ്, നമ്മൾ നേരത്തെ കണ്ടു. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് ഇവിടെ കമ്മിങ് സൂണാണ്, അടുത്ത് തന്നെ വരും. അതുപോലെ തന്നെ വാട്ട് മൂൺ എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രൈസ് അത്രയും ഹൈയിലേക്ക് പോകുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെല്ല് ചെയ്യാതെ ഹോൾഡ് ചെയ്യാനെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് വിഡ്രോയിൽ കിട്ടുമ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ ഇട്ട് പറയാം. അപ്പോൾ അത് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നമ്മൾ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഓപ്ഷനാണ് വാലറ്റ്. വാലറ്റിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന $1 ഉണ്ടല്ലോ, ഈ നമുക്ക് ഓരോ സ്പിൻ ചെയ്ത് കിട്ടുന്ന USDT ടോക്കൺ. ഈ ഗെയിമി ടോക്കൺ അല്ല, USDT എന്ന് പറയുന്ന ഓൾറെഡി മാർക്കറ്റിലുള്ള സ്റ്റേബിൾ ടോക്കണാണ്. US കറൻസിയുടെ സ്റ്റേബിൾ ടോക്കണായ USDT നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് വാലറ്റ് കണക്ട് ചെയ്യണം. $10 ആയാലാണ് നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റുക. ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ ടോൺ വാലറ്റ് കണക്ട് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്താൽ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ആവശ്യം വരും. നിങ്ങൾക്ക് ടെലഗ്രാം വാലറ്റോ ടോൺ കീപ്പറോ ഏത് ടോൺ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അത് ഞാൻ കാണിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട 10 USDT ആകുമ്പോൾ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമ്മളുടെ ഗെയിമി ടോക്കണിൻ്റെ വിഡ്രോലിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കണക്ട് ചെയ്താൽ മതി. അത് എപ്പോഴാണെന്നുള്ളത് ഞാൻ ടെലഗ്രാം ചാനലിലൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആപ്പിനകത്തുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി വീഡിയോ കാണുക, അല്ലെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. ഓക്കെ, അപ്പോൾ ബൂസ്റ്റ് മൈനിങ് റേറ്റ് ക്ലിക്ക് ചെയ്താലും ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനാണ് പറയുക. നിങ്ങളുടെ മാക്സിമം നിങ്ങളൊരു 40 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ പോലും 20 ഫ്രണ്ട്സിനെ ഒരു ടൈം ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫോണിൽ ഈ ഒരു ബോട്ട് തുറന്ന് വെച്ചിരിക്കണം, മൈനിങ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കണം, എങ്കിൽ ആക്റ്റീവായിട്ട് കാണിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ളത് നോക്കാം. 2 ഓപ്ഷൻ നമ്മളിപ്പോൾ നോക്കി, സ്പിന്നും നോക്കി, മൈനും നോക്കി. അപ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷൻ പിക്ക് ഗെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഗെയിമിൻ്റെ ലിസ്റ്റ് അങ്ങോട്ട് വരികയാണ്. നിങ്ങൾക്ക് ലാസ്റ്റ് പ്ലേഡ്, ആർക്കേഡ്, പസിൽ, റേസിംഗ്, സ്പോർട്സ്, ആക്ഷന്, ക്യുക്കീസ്, റിലാക്സ്, ക്രേസി, ഇത്രയും
കാറ്റഗറി ഓഫ് ഗെയിംസ്. ഈ ഓരോ കാറ്റഗറിയുടെ അകത്തും ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാം നോക്കാം. പസിൽ ഗെയിമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത്, അങ്ങനെ ഇഷ്ടമുള്ള ഗെയിം നിങ്ങൾക്ക് കളിക്കാം. അപ്പോൾ ഈ ഓരോ ഗെയിം കളിക്കുന്നതിന് നിങ്ങൾക്ക് ടിക്കറ്റ്സ് ആണ് റിവാർഡായിട്ട് കിട്ടുക. ആ ടിക്കറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, മൈനിങ് ക്യാപ്പ് ഞാൻ നേരത്തെ കാണിച്ചത് പോലെ അപ്ഗ്രേഡ് ചെയ്യുക. മൈനിങ് ക്യാപ്പ് അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾ മാക്സിമം മൈനിങ് ക്യാപ്പ് അപ്ഗ്രേഡ് ചെയ്ത് മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക. അത് ഗെയിമിൽ കയറി കളക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് ഞാനൊരു ഗെയിം എടുക്കുകയാണ്. ജസ്റ്റ് ഞാനൊരു ട്രെൻഡിങ് ഗെയിംസ് ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ കളിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ട്രെൻഡിങ് ഗെയിമിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ഗെയിം വന്നിട്ട് ഞാൻ ജസ്റ്റ് പ്ലേ അടിച്ചു. അപ്പോൾ എനിക്കിത് എങ്ങനെ കളിക്കേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ നോക്കുക, ഓരോ ഗെയിമും വ്യത്യസ്തമാണ്. ഇഷ്ടംപോലെ രസമുള്ള ഫണ്ണി ആയിട്ടുള്ള കുറേ ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫൈറ്റ് ബോണസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗെയിം ഫസ്റ്റായിട്ട് കളിക്കുന്നതിന് 25 ടോക്കൺ അപ്പം തന്നെ 25 ടിക്കറ്റ് അപ്പം തന്നെ കിട്ടും. ഇതൊരു കാൽക്കുലേറ്റർ ഗെയിമാണ്. 2+1 എത്ര ചോദിക്കുന്നുണ്ട്? 3. ഓക്കെ, കൊടുത്തു. അതുപോലെ തന്നെ 1+1 = എത്ര ചോദിക്കുന്നുണ്ട്? 2. അപ്പോൾ ഒരു ടൈമുണ്ട്, ടൈമിനനുസരിച്ച് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ ആ ടൈമിനനുസരിച്ച് കൊടുക്കുന്നതോറും നിങ്ങളുടെ സ്കോർ കൂടി പോകും. എൻ്റെ സ്കോർ ഇവിടെ മേലെ കാണാം 6 നിങ്ങൾ അങ്ങനെ കളിക്കുന്നതോറും നിങ്ങൾക്ക് സ്കോർ കൂടിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ കാണാൻ പറ്റും യുവർ റിവാർഡ് 100. എനിക്കിവിടെ 100 എന്താ പറയുക ടിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ആഡ് കണ്ടാൽ ഡബിൾ ടിക്കറ്റ്സ് ആക്കാൻ പറ്റുമോ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് ഇതിൽ ഇഷ്ടംപോലെ ആഡ്സും കാര്യങ്ങളുണ്ട്. നമുക്കിങ്ങനെ ഫ്രണ്ടിൽ കിട്ടി തരുന്നില്ല. നമ്മൾ ക്ലിക്ക് ചെയ്ത് പോയി കണ്ടാലേ ആഡ് പ്ലേ ആവുള്ളൂ. അപ്പോൾ ഒരു ആഡ് ഉള്ളതുകൊണ്ട് ഇത് സ്കാം ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനല്ല. കാരണം ആഡ്സ് ഉള്ള എല്ലാവർക്കും സ്കാം ആണോ? അല്ല. ഇവരെന്താ ചെയ്യുന്നത്, ഈ ആഡ്സ് കാണിച്ചെന്ന് കിട്ടുന്ന പൈസയും കൂടി നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് തരും. അല്ലാതെ മറ്റുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്സ് പോലെ അവരുടെ അക്കൗണ്ടിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നാസയൊക്കെ പാർട്ണറായിട്ട് വരുന്ന, മാഞ്ചസ്റ്റർ സിറ്റിയൊക്കെ പാർട്ണറായി വരുന്ന ഒരു പ്രൊജക്റ്റ് സ്കാം ആണോ എന്ന് ചോദിക്കുന്നവർക്ക് എനിക്ക് ആൻസർ പറയാനില്ല. കാരണം എന്ത് പ്രൊജക്റ്റ് വന്നാലും സ്കാം ആണോ എന്ന് ചോദിച്ചു വരുന്ന കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ ക്ലെയിം അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് 100 ടിക്കറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലെയിം ആവുന്നുണ്ട്. 100 ടിക്കറ്റ് അപ്പോൾ തന്നെ കയറി. ഒരു ഗെയിം കളിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇത്ര സിമ്പിളാണ് 100 ടിക്കറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ 450 ടിക്കറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത വേണമെങ്കിൽ ഒന്നുകൂടി പ്ലേ അടിക്കാം. അങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഓരോ ഗെയിംസ് കളിക്കാം. ഓരോ കാറ്റഗറിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇഷ്ടംമാതിരി ഗെയിമുകളുണ്ട്. ഓരോ കാറ്റഗറിയിലേക്ക് കയറുമ്പോഴും നിങ്ങൾക്ക് അവിടെ 10-20 ഗെയിംസ് കാണാൻ പറ്റും ഓരോ കാറ്റഗറിയുടെ അകത്തും. അപ്പോൾ ഇതിൽ തന്നെ 100-500 ഗെയിംസ് ഉണ്ട്. നിങ്ങൾക്ക് കളിക്കാം. ഇഷ്ടമുള്ള ടൈമിനൊക്കെ കളിക്കുക. മാക്സിമം കോയിൻസ് ഏൺ ചെയ്യുക. മൈനിങ് ക്യാപ്പ് അപ്ഗ്രേഡ് ചെയ്യുക. എന്നിട്ട് കോയിൻ കളക്ട് ചെയ്ത് വെക്കുക. ഇനി വരുന്ന വാലറ്റ് കണക്ഷൻ്റെ അപ്ഡേറ്റ്, വിഡ്രോവലിൻ്റെ അപ്ഡേറ്റ്, എത്രയാണ് ഈ ഒരു ടോക്കണിൻ്റെ വാല്യൂ, എല്ലാ കാര്യങ്ങളും നമ്മൾ ടെലഗ്രാമിലും ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും ഫസ്റ്റ് കിട്ടാനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും ആദ്യം തന്നെ ലഭിക്കും. നിങ്ങൾ ഈ ഒരു റെഫറൽ ലിങ്ക് അയക്കുമ്പോൾ എന്താണെന്ന് അവർക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ കൂടി അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് കണ്ട് മനസ്സിലാക്കി കളിക്കാൻ പറ്റും. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.